പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളെ, നിങ്ങൾ ജോലി കഴിഞ്ഞ് നിങ്ങൾ റൂമിലെത്തുമ്പോൾ നിങ്ങൾ കഴിഞ്ഞ ദിവസം വൃത്തിയാക്കിയിട്ടിരുന്ന കിച്ചൺ നിങ്ങളുടെ റൂംമേറ്റ് അലങ്കോലമാക്കിയിട്ടിരിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾ ഉറങ്ങാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ കൂടത്തിലുള്ളയാൾ ഒച്ചത്തിൽ സംസാരിക്കുന്നു. ആ നിമിഷം നിങ്ങളുടെ തലച്ചോറിനുള്ളിൽ ഫ്യൂസ് പോയതുപോലെ തോന്നിയിട്ടുണ്ടോ? ഒരു അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുന്നത് പോലെ. ആ നിമിഷത്തെ ദേഷ്യത്തിൽ നമ്മൾ പറയാൻ പാടില്ലാത്ത വാക്കുകൾ പറയും, ചെയ്യാൻ പാടില്ലാത്ത പലതും ചെയ്യും. പിന്നീട് മണിക്കൂറുകളോളം, ചിലപ്പോൾ ദിവസങ്ങളോളം അതിനെക്കുറിച്ച് ഓർത്ത് ദുഃഖിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ നാട്ടിലേക്ക് വിളിക്കുമ്പോൾ നമ്മുടെ കഷ്ടപ്പാടുകൾ മനസ്സിലാക്കാതെ മറ്റുള്ളവർ ആവശ്യങ്ങൾ മാത്രം പറയുമ്പോൾ ഫോൺ കട്ട് ചെയ്ത് ദേഷ്യത്തിൽ ആ ഫോൺ എറിഞ്ഞിട്ടുണ്ടോ? പിന്നീട് ഞാൻ അങ്ങനെയൊന്നും പറയരുതായിരുന്നു എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അപ്പോഴേക്കും കാര്യങ്ങൾ കൈവിട്ടു പോയിട്ടുണ്ടാകും. ആ വാക്ക് വർഷങ്ങളുടെ സൗഹൃദം ഇല്ലാതാക്കിയിട്ടുണ്ടാകും. ദാമ്പത്യ ജീവിതത്തിൽ വലിയ വിള്ളലുകൾ ഉണ്ടാക്കിയിട്ടുണ്ടാകും. ഈ ദേഷ്യം ഒരു സ്വാഭാവിക വികാരമാണ്. എന്നാൽ പ്രവാസ ജീവിതത്തിന്റെ കടുത്ത സമ്മർദ്ദത്തിനിടയിൽ ഈ ദേഷ്യം എളുപ്പത്തിൽ നിയന്ത്രണം വിട്ടുപോകും. എന്തുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നത്? ആ നിമിഷം നമ്മുടെ തലച്ചോറിൽ ഒരു ഹൈജാക്ക് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇന്ന് ദേഷ്യത്തിന്റെ പിന്നിലെ ശാസ്ത്രവും നിങ്ങളുടെ തലച്ചോറിനെ തിരികെ നിയന്ത്രണത്തിലാക്കാൻ സഹായിക്കുന്ന ലളിതമായ ടെക്നിക്കുകളും നമുക്ക് ചർച്ച ചെയ്യാം. ഈ ദേഷ്യത്തെ നിയന്ത്രിക്കുന്നതിന് മുമ്പ് ദേഷ്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണം. ദേഷ്യം നമ്മുടെ ശത്രുവല്ല. ദേഷ്യം ഒരു മോശ വികാരവുമല്ല. ദേഷ്യം ഒരു സന്ദേശവാഹകൻ മാത്രമാണ്. നമ്മുടെ ശരീരത്തിലെ ഒരു അലാറം സിസ്റ്റമാണത്. ഈ ദേഷ്യം നമ്മളോട് എന്താണ് പറയാൻ ശ്രമിക്കുന്നത്? പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ്. ഒന്ന്, നിങ്ങളുടെ അതിർത്തി ലംഘിക്കപ്പെട്ടു. ആരോ നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടുന്നു, അല്ലെങ്കിൽ നിങ്ങൾ അർഹിക്കുന്ന ബഹുമാനത്തോടുകൂടെയല്ല നിങ്ങളെ പരിഗണിക്കുന്നതെങ്കിൽ ദേഷ്യം വരും. 2, ഒരു അനീതി നടക്കുമ്പോൾ, നിങ്ങൾക്ക് അർഹമായ പ്രൊമോഷൻ മറ്റൊരാൾക്ക് കിട്ടുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളെ അകാരണമായി ആരെങ്കിലും കുറ്റപ്പെടുത്തുമ്പോൾ ദേഷ്യം വരും. 3, ഒരു ലക്ഷ്യം തടസ്സപ്പെടുമ്പോൾ. നിങ്ങൾ വേഗത്തിൽ ഒരു സ്ഥലത്തെത്താൻ ശ്രമിക്കുമ്പോൾ ഒരു ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകുന്നത് പോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നടക്കാതെ വരുമ്പോൾ ദേഷ്യം ഉണ്ടാകും. ഈ ദേഷ്യം ഒരു സന്ദേശം നൽകി നമ്മളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന ഒരു സുഹൃത്താണ്. എന്നാൽ പ്രശ്നം വരുന്നത് ആ സുഹൃത്ത് നമ്മുടെ നിയന്ത്രണം പൂർണ്ണമായി ഏറ്റെടുക്കുമ്പോഴാണ്. ആ അവസ്ഥയാണ് അമിഗ്ഡാല ഹൈജാക്ക് എന്ന് പറയുന്നത്. ഈ ദേഷ്യം വരുമ്പോൾ ശരിക്കും എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ തലച്ചോറിനുള്ളിൽ ഒരു ബദാമിന്റെ ആകൃതിയിലുള്ള ഒരു ഭാഗമുണ്ട്. അതിന്റെ പേരാണ് അമിഗ്ഡാല. ഇതാണ് നമ്മുടെ വികാരങ്ങളുടെ, പ്രത്യേകിച്ച് ഭയം, ദേഷ്യം എന്നിവയുടെ കൺട്രോൾ സെന്റർ. ഇതിനെ നമ്മുടെ ശരീരത്തിന്റെ അലാറം സിസ്റ്റം എന്ന് വിളിക്കാം. ഒരു ഭീഷണി വരുമ്പോൾ ഈ അമിഗ്ഡാല ഉണർന്ന് പ്രവർത്തിക്കും. ഈ ഭീഷണി ശരിക്കുള്ളതാകാം, അല്ലെങ്കിൽ ഒരു സാങ്കല്പികവുമാകാം. ഒരു ഭീഷണി വന്നാൽ അമിഗ്ഡാല ഉടനെ ശരീരത്തിലേക്ക് ഒരു സന്ദേശം അയക്കും: യുദ്ധം ചെയ്യുക, അല്ലെങ്കിൽ ഓടി രക്ഷപ്പെടുക. ആ സമയം നിങ്ങളുടെ ശരീരത്തിൽ അഡ്രിനാൽ, കോർട്ടിസോൾ പോലുള്ള സ്ട്രെസ് ഹോർമോണുകൾ നിറയും. നിങ്ങളുടെ ഹൃദയമിടിപ്പ് കൂടും, രക്തസമ്മർദ്ദം ഉയരും, ശ്വാസം വേഗത്തിലാകും. ഈ സമയത്ത് നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ഏറ്റവും അപകടകരമായ മറ്റൊരു കാര്യം, ഈ അമിഗ്ഡാല നമ്മുടെ തലച്ചോറിന്റെ യുക്തിപരമായി ചിന്തിക്കുന്ന ഭാഗമായ പ്രിഫ്രണ്ടൽ കോർട്ടക്സിനെ ഹൈജാക്ക് ചെയ്യും. ഈ പ്രിഫ്രണ്ടൽ കോർട്ടക്സ് ആണ് നമ്മുടെ കമ്പനിയുടെ CEO. ശരിയും തെറ്റും തിരിച്ചറിയുന്ന, ആലോചിച്ച് തീരുമാനമെടുക്കുന്ന, ഭവിഷ്യത്തുകളെ കുറിച്ച് ചിന്തിക്കുന്ന ഭാഗം. അമിഗ്ഡാല ഈ CEOയുമായി ബന്ധം താൽക്കാലികമായി വിച്ഛേദിക്കുന്നു. അതുകൊണ്ടാണ് ദേഷ്യം വരുമ്പോൾ നമ്മൾ മൃഗങ്ങളെ പോലെ പെരുമാറുന്നത്. നിങ്ങളുടെ ചിന്തിക്കുന്ന തലച്ചോറ് ആ സമയത്ത് ഓഫ്ലൈൻ ആകുകയും വൈകാരിക തലച്ചോറ് ഓൺലൈനിലാകുകയും ചെയ്യും. ഈ ദേഷ്യം മാറിക്കഴിയുമ്പോൾ ഈ പ്രിഫ്രണ്ടൽ കോർട്ടക്സ് തിരികെ നമ്മുടെ ഓൺലൈനിൽ വരും. അപ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത്, അയ്യോ ഞാൻ എന്തായി കാണിച്ചതെന്ന്. ഈ അവസ്ഥയാണ് മനഃശാസ്ത്രജ്ഞനായ ഡാനിയൽ ഗോൾമാൻ അമിഗ്ഡാല ഹൈജാക്ക് എന്ന് വിളിച്ചത്. ഈ ദേഷ്യത്തെ നിയന്ത്രിക്കാനുള്ള ആദ്യപടി എന്നത് നിങ്ങൾക്ക് എപ്പോഴാണ്, എവിടെയാണ്, ആരോടാണ്, എന്തിനാണ് ദേഷ്യം വരുന്നതെന്ന് തിരിച്ചറിയുക എന്നാണ്. ഇവയെ ട്രിഗറുകൾ എന്ന് പറയുന്നു. പ്രവാസികളായ നമ്മുടെ പ്രധാനപ്പെട്ട ചില ട്രിഗറുകൾ ഇതാണ്. 1, ശാരീരിക ട്രിഗറുകൾ. അതിലൊന്നാണ് ക്ഷീണം. മണിക്കൂറുകളുള്ള ഷിഫ്റ്റ് കഴിഞ്ഞ് വരുമ്പോൾ നമ്മുടെ ആത്മനിയന്ത്രണത്തിന്റെ ബാറ്ററിയുടെ ചാർജ് തീർന്നു പോകും. പിന്നെയുള്ളതാണ് വിശപ്പ്. വിശന്നിരിക്കുമ്പോൾ രക്തത്തിന്റെ പഞ്ചസാരയുടെ അളവ് കുറയുകയും ഇത് ദേഷ്യം വർദ്ധിപ്പിക്കുകയും ചെയ്യും. പിന്നീടുള്ളതാണ് ഉറക്കമില്ലായ്മ. നമ്മുടെ ജോലിയും റൂമിലെ ബഹളവും നാട്ടിലെ ചിന്തകളും കാരണം ഉറക്കം ശരിയാകാത്തത് ദേഷ്യത്തിന്റെ പ്രധാന കാരണമാകാം. രണ്ടാമത്തതാണ് മാനസിക ട്രിഗറുകൾ. ഇതിൽ വരുന്നതാണ് അനീതി. ബോസ് അകാരണമായിട്ട് വഴക്ക് പറയുമ്പോൾ, അല്ലെങ്കിൽ അർഹമായ അംഗീകാരം കിട്ടാതെ വരുമ്പോൾ ഇതുണ്ടാകും. അവഗണന. റൂംമേറ്റ് നമ്മളെ ബഹുമാനിക്കുന്നില്ല, അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് വിളിക്കുമ്പോൾ നമ്മുടെ വാക്കുകൾക്ക് വില കൽപ്പിക്കുന്നില്ല എന്ന് തോന്നുമ്പോൾ ഇതുണ്ടാകാറുണ്ട്. ബലഹീനത. നാട്ടിലെ പല പ്രധാനപ്പെട്ട കാര്യങ്ങളിലും പങ്കെടുക്കാൻ കഴിയാതെ ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കേണ്ടി വരുമ്പോൾ ആ ദേഷ്യം നമ്മൾ കൂടെയുള്ളവരോടോ അല്ലെങ്കിൽ ഫോണിലൂടെ നാട്ടിലുള്ളവരോടോ തീർക്കും. സാഹചര്യങ്ങൾ. അതിൽ വരുന്നതാണ് തിരക്ക്. ട്രാഫിക് ബ്ലോക്ക്, മെട്രോയിലെ തിരക്ക്, സൂപ്പർ മാർക്കറ്റിലെ നീണ്ട ക്യൂ, ഇതൊക്കെ ദേഷ്യം വരും. പിന്നീടുള്ള സാമ്പത്തിക സമ്മർദ്ദം. ലോണ്, കുട്ടികളുടെ ഫീസ്, നാട്ടിലേക്ക് അയക്കേണ്ട പണം. ഈ ടെൻഷനുകൾ നമ്മളെ ഒരു ടൈം ബോംബ് പോലെയാക്കും. ഈ സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം?
ഒരു ചെറിയ ഡയറി എടുത്ത് നിങ്ങളുടെ ട്രിഗറുകൾ എഴുതി വെക്കുക. ഇന്നലെ എനിക്ക് ദേഷ്യം വന്നു ഇന്ന കാരണം കൊണ്ട് എന്നെഴുതുക. നിങ്ങളുടെ ട്രിഗറുകളെ കുറിച്ച് ഒരു ബോധമുണ്ടായാൽ ആ സാഹചര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധാലുവായിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. പലപ്പോഴും നമ്മൾ കാണുന്ന ദേഷ്യം ഒരു മഞ്ഞുമലയുടെ മുകളിൽ കാണുന്ന ഭാഗം മാത്രമാണ്. അതിനടിയിൽ ഒരുപക്ഷെ നമ്മൾ പോലും തിരിച്ചറിയാത്ത ഒരുപാട് വികാരങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടാകും. ജോലി നഷ്ടപ്പെടുമോ എന്നുള്ള ഭയമാകാം ദേഷ്യമായത്. കുടുംബത്തെയും മക്കളെയും മിസ് ചെയ്യുന്നതിന്റെ ആഴത്തിലുള്ള സങ്കടമാകാം റൂംമേറ്റിനോടുള്ള ചെറിയ കാര്യത്തിലുള്ള ദേഷ്യമായി മാറുന്നത്. ജീവിതത്തിൽ ഒന്നും നേടാൻ പറ്റിയില്ലല്ലോ എന്ന നിരാശയാകാം മറ്റുള്ളവരോട് അസൂയയും ദേഷ്യവുമായി പൊട്ടിത്തെറിക്കുന്നത്. അല്ലെങ്കിൽ ആരും എന്നെ മനസ്സിലാക്കുന്നില്ല എന്ന ഏകാന്തതയാകാം ദേഷ്യത്തിന് കാരണം. അതുകൊണ്ട് അടുത്ത തവണ ദേഷ്യം വരുമ്പോൾ ഒരു നിമിഷം നിർത്തി സ്വയം ചോദിക്കുക, ഞാൻ ശരിക്കും ദേഷ്യത്തിലാണോ അതോ എനിക്കിപ്പോൾ സങ്കടമോ ഭയമോ നിരാശയോ ആണോ എന്ന്. യഥാർത്ഥ വികാരം തിരിച്ചറിഞ്ഞാൽ അതിനെ നേരിടാൻ എളുപ്പമാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് ആ സമയത്ത് ഒരു ദേഷ്യപ്പെടലല്ല, ഒന്ന് പൊട്ടിക്കരയാനായിരിക്കും. അപ്പോ അമിഗ്ഡാല ഹൈജാക്ക് നടക്കുമ്പോൾ ആ നിമിഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഹൈജാക്ക് ചെയ്ത വിമാനത്തിന്റെ നിയന്ത്രണം തിരിച്ചു പിടിക്കാൻ പൈലറ്റിന് കുറച്ച് സമയം കൊടുക്കുക. അതിനുള്ള ഏറ്റവും ലളിതവും ശക്തമായിട്ടുള്ള ഒരു വഴിയാണ് 10 സെക്കൻഡ് നിയമം. നമുക്ക് ദേഷ്യം വരുന്നു എന്ന് തോന്നുമ്പോൾ പ്രതികരിക്കുന്നതിന് മുമ്പ് ഒരു 10 സെക്കൻഡ് ഒന്നും മിണ്ടാതെ ഒന്നും ചെയ്യാതെ കാത്തിരിക്കുക. ഈ 10 സെക്കൻഡിനുള്ളിൽ താഴെ പറയുന്ന കാര്യങ്ങൾ ചെയ്യാം. 1. ശ്വാസമെടുക്കുക. ഇതാണ് ഏറ്റവും പ്രധാനം. മൂക്കിലൂടെ സാവധാനം ഒരു ദീർഘശ്വാസം എടുക്കുക. കുറച്ചു നേരം പിടിച്ചു വെക്കുക. എന്നിട്ട് വായിലൂടെ സാവധാനം പുറത്തു വിടുക. ഇങ്ങനെ 3 തവണ ചെയ്യുക. ഇത് നിങ്ങളുടെ ഹൃദയമിടിപ്പ് കുറയാനും ശരീരത്തെ ശാന്തമാക്കാനും സഹായിക്കും. 2. 10 വരെ എണ്ണുക. മനസ്സിൽ 1 മുതൽ 10 വരെ സാവധാനം എണ്ണുക. നിങ്ങളുടെ ശ്രദ്ധ ദേഷ്യത്തിന്റെ കാരണത്തിൽ നിന്നും അക്കങ്ങളിലേക്ക് മാറും. 3. സാഹചര്യം വിട്ടുമാറുക. സാധിക്കുമെങ്കിൽ ആ റൂമിൽ നിന്ന് പുറത്തേക്ക് നടക്കുക, അല്ലെങ്കിൽ ബാൽക്കണിയിൽ പോയി നിൽക്കുക, അല്ലെങ്കിൽ ഒരു തണുത്ത ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കുക, മുഖം കഴുകുക. ഇങ്ങനെയൊക്കെ ചെയ്യുക. ഈ ശാരീരിക മാറ്റം മാനസികമായ മാറ്റത്തിനും സഹായിക്കും. 4. ഒരു ചോദ്യം സ്വയം ചോദിക്കുക. ഞാനിപ്പോൾ പ്രതികരിച്ചാൽ 1 മണിക്കൂർ കഴിഞ്ഞ് എനിക്ക് എന്തു തോന്നും? 1 ദിവസം കഴിഞ്ഞ് എന്തു തോന്നും? ഈ ദേഷ്യം ഈ ബന്ധത്തെക്കാൾ വലുതാണോ എന്ന്. ഈ ചെറിയ ഇടവേള നിങ്ങളുടെ പ്രിഫ്രണ്ടൽ കോർട്ടക്സിന് വീണ്ടും നിയന്ത്രണമേറ്റെടുക്കാൻ ആവശ്യമായ സമയം നൽകും. ഈ 10 സെക്കൻഡ് കഴിയുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ശാന്തവും യുക്തിപരമായും പ്രതികരിക്കാൻ സാധിക്കും. എന്നുവെച്ച് ദേഷ്യപ്പെടരുതെന്നല്ല, ദേഷ്യത്തെ അടക്കി വെക്കുന്നത് ഒരു പ്രഷർ കുക്കറിൽ ആവി പിടിച്ചു വെക്കുന്നത് പോലെയാണ്. അത് പിന്നീട് വലിയൊരു പൊട്ടിത്തെറിക്ക് കാരണമാകും. അതുകൊണ്ട് ദേഷ്യത്തെ ആരോഗ്യകരമായി പ്രകടിപ്പിക്കാൻ പഠിക്കണം. അതിനുള്ള ഏറ്റവും നല്ല മാർഗമാണ് ഐ സ്റ്റേറ്റ്മെന്റ്. നമുക്കൊരു കാര്യം 2 രീതിയിൽ പറയാം, ഐ സ്റ്റേറ്റ്മെന്റിലും യു സ്റ്റേറ്റ്മെന്റിലും. യു സ്റ്റേറ്റ്മെന്റ് എന്നത് നീ എന്താ ഇങ്ങനെ, നീ റൂം ഒരിക്കലും വൃത്തിയാക്കില്ല, ഇത് മറ്റേയാളെ പ്രതിരോധത്തിലാക്കും. എന്നാൽ ഐ സ്റ്റേറ്റ്മെന്റ്, നീ റൂം വൃത്തിയാക്കാതെ ഇടുമ്പോൾ എനിക്ക് ഈ റൂമിൽ വന്ന് കയറാൻ തന്നെ ബുദ്ധിമുട്ടുണ്ട്, അത് എന്നെ ദേഷ്യം പിടിപ്പിക്കുന്നുവെന്ന്. ഇവിടെ നിങ്ങൾ മറ്റേയാളെ കുറ്റപ്പെടുത്തുന്നില്ല, പകരം ആ പ്രവൃത്തി നിങ്ങളിൽ ഉണ്ടാക്കിയ വികാരമാണ് പറയുന്നത്. ഇത് കേൾക്കുന്ന ആൾക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണ്. ദേഷ്യം വരുമ്പോൾ കൂടുതൽ സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത്. ശാന്തമായതിനു ശേഷം നമുക്കിതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ആ വിഷയം അവതരിപ്പിക്കുക. അങ്ങനെ പ്രശ്നത്തെ ആക്രമിക്കുക, അവിടെ വ്യക്തിയെയല്ല ആക്രമിക്കുന്നത്. സുഹൃത്തുക്കളെ, ഓർക്കുക, ഈ ദേഷ്യം ഒരു കൊടുങ്കാറ്റ് പോലെയാണ്. അത് വരും പോകും. നിങ്ങൾ ആ കാറ്റല്ല, നിങ്ങൾ ആ കാറ്റിനെ നിരീക്ഷിക്കുന്ന ആകാശമാണ്. നിങ്ങൾ നിങ്ങളുടെ വികാരങ്ങളല്ല, നിങ്ങൾ ആ വികാരങ്ങളെ അനുഭവിക്കുന്ന ഒരു വ്യക്തി മാത്രമാണ്. ഈ ഒരു ചിന്ത മനസ്സിലുണ്ടെങ്കിൽ വികാരങ്ങൾക്ക് നിങ്ങളെ ഭരിക്കാൻ കഴിയില്ല. പ്രവാസ ജീവിതം സമ്മർദ്ദം നിറഞ്ഞതാണ്. ഒരുപക്ഷെ ഒരു നിമിഷത്തെ ദേഷ്യം കൊണ്ട് നമ്മൾ കഷ്ടപ്പെട്ട് നേടിയ സൗഹൃദങ്ങളോ ബന്ധങ്ങളോ സമാധാനമോ ഇല്ലാതാക്കരുത്. നിങ്ങളുടെ മനസ്സിന്റെ നിയന്ത്രണം നിങ്ങളുടെ ജീവിതത്തിന്റെ റിമോട്ട് കൺട്രോളാണ്. അത് നിങ്ങളുടെ കയ്യിൽ തന്നെ വെക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ദേഷ്യം നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് അയച്ചു കൊടുക്കുക. അതേപോലെ നിങ്ങളുടെ ദേഷ്യം നിയന്ത്രിക്കാൻ നിങ്ങൾ ഉപയോഗിക്കുന്ന വഴികൾ താഴെ ഒന്ന് കമന്റ് ചെയ്യുക.